ഹലോ ഗൈസ്, ഉൽസൂസ് ലിറ്റിൽ വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അവിടെ അമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തുവാന്ന് നോക്കിയിട്ട് വരാം. അമ്മ എന്ത് അമ്മേ? ഞാനേ ഇന്ന് ഉച്ചക്ക് ഊണിനുള്ള സ്പെഷ്യൽ ഉണ്ടാക്കാം. ഇന്ന് ഉച്ചക്കുള്ള ഊണിന്റെ സ്പെഷ്യല് ഞണ്ട് കറിയാണ്. അതും നമ്മുടെ വറുത്തരച്ചിട്ടുള്ള ഞണ്ട് കറി. ഞാനിവിടെ ഇന്ന് ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ട് ഭയങ്കര ചൂടല്ലേ, പുറത്തിരുന്ന് ഈ ചെറിയുള്ളി നന്നാക്കുന്നത്. അപ്പൊ ഞണ്ടിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നന്നാക്കാം. കുറച്ച് ചെറിയുള്ളിയാണ് നല്ല ബെസ്റ്റാ. ചെറിയുള്ളി നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണ്. അപ്പൊ കുറച്ച് ചെറിയുള്ളി, പിന്നെ കുറച്ച് സവാള വേണം. അപ്പൊ സവാള 2 മതിയാവും, കാരണം കുറെ ചെറിയുള്ളി ഉള്ളതുകൊണ്ട് 2 സവാള. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത്രയും സാധനം നമുക്ക് നന്നാക്കി എടുക്കാം ആദ്യം. എന്നിട്ട് വേണം നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ വൃത്തിയാക്കി എടുക്കാൻ. അവന്മാരെ വൃത്തിയാക്കിയിട്ടില്ല, അവിടെ വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് നമ്മള് ഞണ്ടിനെ വൃത്തിയാക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഞണ്ട് വൃത്തിയാക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് തേങ്ങയുണ്ട്, അത് വറുത്തെടുക്കുക. വറുത്തരച്ചിട്ടല്ലേ നമ്മൾ ചിക്കൻ വറുത്തരച്ചല്ലേ നമ്മൾ ഞണ്ട് കറി വെക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും തേങ്ങയും കൂടെ, ഒരു അരമുറി തേങ്ങ ഉണ്ട് കേട്ടോ അത്. അപ്പൊ ആ മുറി തേങ്ങയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഞണ്ട് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറി വെക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണേ. വറുക്കാൻ ആവശ്യത്തിനുള്ള മാത്രം വെളിച്ചെണ്ണ മതി, കുറച്ച് വെളിച്ചെണ്ണ മതി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കിട്ട് നമുക്ക് ചെയ്യാം, ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇതിനകത്ത് തേങ്ങ വെളിച്ചെണ്ണേൻ്റെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ വറുക്കുകയാണ്. നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഞണ്ട് കറി വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ച് എല്ലാം ആക്കി വെച്ചതിന് ശേഷം വേണം ഞണ്ട് വൃത്തിയാക്കാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ട് അതിന്റെ മാംസമൊക്കെ പോയി പോകുന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടാൽ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പൊ അമ്മയൊക്കെ എങ്ങനെയാണ് ലാസ്റ്റേ ഉള്ളൂ അതിന്റെ ഇതെല്ലാം വൃത്തിയാക്കുന്ന പരിപാടിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ തേങ്ങയും കൂടെ, ഈ തേങ്ങ വറുക്കുന്നൊരു പണിയാണല്ലോ തണുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ തേങ്ങയൊക്കെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് വറുത്ത് വെക്കുക. ഇപ്പൊ തേങ്ങ അങ്ങോട്ട് വറുത്താൽ നമ്മുടെ മുക്കാ പണി തീരുന്നു. പിന്നെ ഞണ്ടിനകത്തേക്കുള്ള പണികളേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി, ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ വറക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫാക്കി വെക്കാം. കണ്ടോ, എണ്ണയൊക്കെ ഉള്ള ഇതിനന്ന് ഇറങ്ങി വന്ന് ഉണ്ടോ, ഇതിൻ്റെ അന്ന് എണ്ണ ഇറങ്ങി, പിന്നെ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി. ഇനിയിപ്പോൾ ഇതൊന്ന് ചട്ടിയിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്നിട്ടൊന്ന് ഇതായിക്കോളും, ഫ്രൈ ആവും. അപ്പം നമുക്ക് ഞാൻ ടിപ്പ് പറഞ്ഞിട്ടെ. നമുക്കിപ്പം സമയമില്ല, നമുക്കിപ്പോൾ വേഗം ചെയ്തിട്ട് പോകണം. തേങ്ങ ഒന്ന് വറുത്തരയ്ക്കുകയാണ്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കളയാം. ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ പൊടിയാവത്തില്ലേ, അപ്പോൾ വേഗം വറക്കിൽ കഴിയും കേട്ടോ. നമുക്ക് ഞണ്ടാണ് കേട്ടോ, നല്ല ഞണ്ടാട്ടോ, നല്ല വറുക്കില്ല. തീർന്നില്ല, പക്ഷെ പേടിച്ചായി. നമുക്കിതിനെ വൃത്തിയാക്കി ബ്ലൂ കളർ ഞണ്ടിന്റെ ഇതിനെ പറ്റി എനിക്ക് അറിയില്ല പറയാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞണ്ടിനെ വൃത്തിയാക്കാന് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ കാലുകൾ പൊട്ടിച്ചെടുക്കാം കേട്ടോ. കാലുകളെല്ലാം ഇതെങ്ങനെ അങ്ങോട്ട് തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പൊരിഞ്ഞു പോകും. ഈ ചെറിയ കാലുകൾ എന്തൊക്കെ ഉണ്ടല്ലോ, നമുക്കിത് ഇത്രയും പോർഷൻസ് മതി. ഇതിന്റെ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ വേസ്റ്റാട്ടോ, ഇതിൻ്റെ ഉള്ളൊന്നും ഉണ്ടാവൂല. ഇതിന്റെയൊക്കെ ഇങ്ങനെ ഈ കാലില്ലേ, വലിയ കാലില്ലേ, ഇതിന്റെ ഇതിങ്ങനെ ഇവിടെ മൊത്തം ഗ്ലാസ് അതുപോലെ അടുത്ത ഞണ്ടിന്റെയും ഇങ്ങനെ തിരിച്ചാൽ മതി കേട്ടോ. അപ്പൊ തന്നെ അങ്ങനെ പൊട്ടി വരും. കൈയിന്റെ ഈ ഒരു വശം പൊട്ടിക്കണം. കൈ എന്നിട്ട് ഇതിന്റെ ഇതിലെ കുറച്ച് കട്ടിയല്ലേ ഇത്. ഇതങ്ങനെ പൊട്ടിച്ചെടുത്ത് കളയാം. ചിലര് പൊട്ടിക്കാണ്ട് അതിന്റെ കൂടെ തന്നെ കൊടുക്കാം.
ഇതൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഇതിന് ഒരെണ്ണത്തിന് ഞാൻ വൃത്തിയാക്കുന്ന കാണിച്ചു തരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സാധനം ഇത് വെച്ചിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചിട്ടോ. ഇത് ഇതിൻ്റെ ഈ വൃത്തി ഇതാണ് ഇതിൻ്റെ വേസ്റ്റ്. ഇതൊക്കെ ഒരു കറുത്ത സംഭവം ഇതിൻ്റെ ഇതുപോലെ ഇരിക്കണം. ഇതൊക്കെ വേസ്റ്റാണ്. ഈ വേസ്റ്റൊക്കെ നമ്മൾ കളയണം. വെള്ളം ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ കളിപ്പിക്കരുത്. വെള്ളത്തിൽ ഒരുപാട് നേരം ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ വെള്ളത്തിലട്ട് വെച്ചത് ഇത്രയേ ഉള്ളൂ. നന്നായി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട്. അല്ല, ഇനി നമ്മൾ ഒന്നും കൂടി ഇതിനെ മുറിക്കണം, നടുക്ക് കൂടെ മുറിക്കാനുണ്ട്. എന്നിട്ടൊന്ന് വെച്ചിട്ട് കഴുകാം. എന്നിട്ടൊന്ന് നീറ്റാക്കി എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി. നമുക്ക് നമ്മുടെ ഞണ്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം സവാളനേക്കാൾ നല്ല ചെറിയുള്ളിയാണ്. സവാള കൂടുതലാവുന്നതിനനുസരിച്ചിട്ട് മധുരമായിരിക്കും കറിക്ക്. അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അധികം ചെറിയുള്ളിയാണ് എടുക്കുന്നത്. അപ്പൊ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കൂടം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ്. കറിവേപ്പില പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഞണ്ട് കറിക്ക് വേണ്ട സാധനങ്ങൾ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചായിരുന്നു. ചട്ടി ചൂടായി. നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഈ സാധനങ്ങൾ വഴന്ന് കിട്ടുമ്പോൾ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ചെറിയ ഉള്ളീനെ ഇതിലേക്ക് ഇടാം. ചെറിയ ഉള്ളി, സവാളയൊക്കെ ഇട്ടു. സവാള അതിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കേട്ടോ. നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി എല്ലാ ചേരുവകളും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക്, തക്കാളി, മുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കാം. ഇതൊക്കെ നമുക്ക് സൈഡിലോട്ടൊന്ന് നീക്കി വെച്ചിട്ട് ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5. പിന്നെ എരിവുള്ള മുളക് പൊടി. നമ്മൾ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ഞാനൊരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കരിയാതെ നോക്കുക ഗൈസ്. പിന്നെ ഇത് വലിയ ചട്ടി ആയതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും പൊടികൾ മൂപ്പിച്ചിട്ടാലും മതി, വേറെ തന്നെ. അല്ലെങ്കിൽ ഇതിൽ കൂടുതലിട്ടാലും മതി, കുഴപ്പമില്ല. ഞാനിങ്ങനെ ചട്ടിയുടെ സൈഡിലിട്ട് മൂപ്പിക്കും. വലിയ ചട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇത് ഇടുന്ന കാശ്മീരി മുളക് പൊടിയാണ്. 2 കുമ്മനൊക്കെയാണ് ഇട്ടിട്ടുണ്ട്. 2 വലിയ സ്പൂൺ, 2 നിറച്ചും സ്പൂണായിട്ട് ഇടുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം നമ്മളിപ്പോൾ ചേർക്കുന്നത് കേട്ടോ.
എൻ്റെ മുളക് പൊടിക്ക് അധികം എരിവില്ല, അതുകൊണ്ടാണ് ഞാൻ 2.5 സ്പൂൺ ഇട്ടത്. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ടാൽ കുഴപ്പമില്ല, അതിന് എരിവ് ഉണ്ടാവില്ല. നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പും എല്ലാം കിട്ടുകയും കളറും കിട്ടും. അപ്പം അതിന് നമ്മൾ വഴറ്റി ഇത് ഒരു സൈഡിലിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മസാല ഒന്ന് മൂത്ത് വരുന്നവരെ കൈവിടാതെ മിക്സ് ചെയ്യാം. ഇളക്കി എടുക്കണം. അപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടാ, നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് സിമ്മിൽ ഇട്ടത് ഇന്ന് നല്ല മൂത്ത് മസാലകളെല്ലാം മൂത്ത്. നമുക്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞണ്ടിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മുടെ ഞണ്ടിനെ ഇതിനകത്ത് കിട്ടു. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിരിക്കുക. ഇവിടെ മോനൂട്ടൻ്റെ ഫേവററ്റ് സാധനമാണ് ഞണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് കറി. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അധികം ആൾക്കാരും കഴിക്കാൻ അറിയത്തില്ല. ഈ ഞണ്ടില്ലേ കഴിക്കാൻ അറിയാത്ത എത്ര പേരുണ്ടെന്ന് അറിയുമോ? അപ്പോൾ ഞാനിവിടെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഭൂരിഭാഗം ആൾക്കാർക്ക് ഞണ്ട് അങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എൻ്റെ വീട്ടിൽ പിന്നെ ചെറുപ്പം മുതലേ ഞണ്ട് കടുക്കൊക്കെ ഭയങ്കര കടുക്ക പറഞ്ഞ് കല്ലുമ്മക്കായ കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്, കല്ലുമ്മക്കായ എന്ന സാധനം, ഈ എരുന്ത് അധികം ഞങ്ങൾക്ക് ചെയ്തിട്ടാണ് കാണിച്ചു തരുമായിരുന്നു. പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നത്. പിന്നെ നമ്മുടെ അച്ഛൻ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെ ഞണ്ട് കഴിക്കേണ്ട വിധം, ഉള്ളിൽ നിന്ന് മാംസങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കണ്ടനും അങ്ങോട്ട് പഠിപ്പിച്ചത്. അതുകൊണ്ടൊന്നും എനിക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ പിള്ളേരെ ഞാൻ പറ്റും, ഇമ്മമാർക്ക് 2-10 അറിയാം. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് ഇതിൻ്റെ അരപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ച് കൊണ്ടുവച്ചാണ് അത്. പിന്നെ നമുക്ക് കുറച്ച് പുളി, ഞാൻ വളംപുളിയാണ്, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം, ഇങ്ങോട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഇട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് വെന്തിട്ടുണ്ടേ, അപ്പം അതിനുള്ള വെള്ളം നമുക്ക് നല്ല മണമല്ലേ, ഇട്ടപ്പോഴേക്കും നല്ല മണം. അപ്പം നമ്മൾ കറിയുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാ കുക്കിങ്ങും എല്ലാ ഇതുമായി ഇപ്പം ഞണ്ട് വെന്ത് ചാറ് കോഴി എണ്ണ തെളിഞ്ഞ്. അപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കുറച്ച്, വളരെ കുറച്ച് നമ്മുടെ ഗരം മസാല കുറച്ച് മതി കേട്ടോ. ഇതൊക്കെ കുരുമുളക് പൊടിയാണ്, കുറച്ച് കുരുമുളക് പൊടി ഈ സ്റ്റേജിൽ കൊടുക്കുക. കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഏകദേശം ഓൾമോസ്റ്റ് ആയി നമ്മുടെ ഞണ്ട് കറി. ഇനി ഒരു കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കും. ഒന്ന് അടച്ചു വെച്ചിട്ട് അപ്പം നല്ല ഞണ്ട് കറിയാണിത്. നമ്മൾ കഴിച്ച് കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കഴിച്ചു നോക്കണം, അപ്പം നല്ല രസമാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണേ. അവസാന സ്റ്റേജ് നമ്മളിപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കടുക് താളിച്ചിടണം. കുറച്ച് ചെറിയ ഉള്ളിയും കടുകും പച്ചമുളകും കൂടി നമുക്ക് അത് താളിച്ചിട്ട് ചേർക്കണം. അപ്പം അത് കൂടി ചേർക്കാം കേട്ടോ. കടുക് താളിക്കാനുള്ളതാണേ. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ.
പടി കൊണ്ടല്ല മൊത്തത്തേക്ക് ഗോൾഡൻ ബ്രൗൺ ആണ്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ അല്ല, അതിനേക്കാൾ നന്നായിട്ട് ബ്രൗൺ ആയിട്ട്. അപ്പം നമുക്ക് ബ്രൗൺ ആയിട്ടാ. അപ്പം നമുക്കിതിനെ മിക്സ് ചെയ്യാം. നമുക്ക് ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇത് അടച്ചു. സ്വാദിഷ്ടമായ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വേണമെങ്കിൽ ഗ്രേവി ഇച്ചിരി കൂടെ വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി കൂട്ടാം കേട്ടോ. ആ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാതെയൊക്കെ ഉദ്ദേശിക്കാം. അപ്പം നമുക്ക് ഇത് നല്ല ചാറ് കുറുകി നല്ല രുചി ഉണ്ടാവും. ഞണ്ടിലേക്ക് പിടിച്ച് നല്ല എല്ലാം സെറ്റായിട്ടുള്ള ഞണ്ട് കറിയാണ്. സൂപ്പർ യമ്മി. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഇത് ഉച്ചയ്ക്ക് നമ്മുടെ ഉച്ചകൊണ്ട് കൂടെ, ഇപ്പോൾ ഉച്ചകൊണ്ടെന്ന് പറയാൻ പറ്റില്ല, 3 മണിയായി സമയം. അപ്പം നമുക്കിത് കൂട്ടാം, നമുക്ക് ഉച്ചകൊണ്ട് കൂടെ കഴിക്കാം. മീൻ പൊളിക്കാം. ഇതാണ് എൻ്റെ മീറ്റ്. അതും കുറച്ച് കറിയും സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പർ. കഴിക്കാണ്. വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവരിവിടെ ഫുഡ് കഴിക്കുകയാണ്. ഞാനും കഴിക്കട്ടെ. ഞാൻ വിളമ്പിയിട്ടില്ല, നിങ്ങൾക്ക് കഴിക്കണം. എനിക്ക് വിശക്കുന്നു കുറെ നേരം പറഞ്ഞപ്പോൾ അവർക്ക് വിളമ്പി കൊടുത്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.